പെട്രോളിന് 10 ദിവസത്തിനിടെ തുടർച്ചയായി മൂന്നാം തവണയും ഇന്ധന വില കൂട്ടി. ഇന്നിപ്പോൾ ഏറെക്കുറെ 80-90 പൈസയോട് അടുത്തുകൂടി. എന്തായാലും 10 ദിവസത്തിനിടെ 3 തവണ പെട്രോളിനും ഡീസലിനും വില കൂടി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അതുണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല. അതൊരു ഭാഗത്തുണ്ട്. രണ്ടാമത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരോ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പോ തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ ഇപ്പോൾ റൈസ് ചെയ്ത് വരുന്ന കോക്രോച്ച് പാർട്ടി നേതാക്കളടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു മറുപടിയും വന്നിട്ടില്ല. ഇത്രയും വലിയ ഇപ്പോൾ ഇന്ത്യയുടെ പരീക്ഷാ നടത്തിപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ക്രമക്കേടുണ്ടായൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ നല്ല സത്യസന്ധമായ രീതിയിലുള്ള ഒരു വിശദീകരണം ഈ ഘട്ടത്തിലും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും ജനം ഇത്രയേറെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടും എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ചോദ്യം. അജിംസ്, ആദ്യം നീറ്റ് സംഭവം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചു? അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് സ്വീകരിച്ചിരുന്നു? ഇനി ചോരാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മെഷർ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കേസെടുത്ത് കുറച്ച് പേർ അറസ്റ്റ് ചെയ്തെന്നല്ലാതെ ഈ ചോദ്യപേപ്പർ എങ്ങനെ ചോരുന്നു എന്ന് അന്വേഷിക്കാനോ, ഇപ്പോൾ നമുക്ക് നോട്ട് അച്ചടിക്കാനുള്ള പ്രസ്സുകളുണ്ട്. എല്ലാ ദിവസവും 24/7 നോട്ട് അച്ചടിച്ചുകൊണ്ടിരിക്കുകയല്ല, ആവശ്യമുള്ളപ്പോൾ അച്ചടിക്കുന്നുള്ളൂ. അത്തരം സെക്യൂരിറ്റി പ്രസ്സുകൾ എന്തുകൊണ്ട് ഇത് അച്ചടിച്ചുകൂടാ? അവിടെ നിന്ന് വലിയ സുരക്ഷാ സന്നാഹത്തോടെ എന്തുകൊണ്ട് പരീക്ഷകളിൽ എത്തിച്ചുകൂടാ? കൂടുതൽ CCTV ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് ലീക്കാവാൻ നോക്കിക്കൂടാ എന്നൊക്കെ ചോദിക്കാം നമുക്ക്. ഇപ്പോൾ നോട്ട് അച്ചടിക്കുന്ന കമ്മട്ടം ലീക്കാവുകയാണെങ്കിൽ ഈ ചോദ്യപേപ്പർ ലീക്കാവുള്ളൂ. അപ്പോൾ ഈ ചോദ്യപേപ്പർ ആരാണ് അച്ചടിക്കുന്നത്? അതിന് കോൺട്രാക്ട് കൊടുക്കുന്ന ആർക്കാണ്? ആരാണിത് ചെയ്യുന്നത്? ആരാണിത് കൈകാര്യം ചെയ്തത്? ഇത് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ സർക്കാരിനെ സംബന്ധിച്ച്. കാരണം ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂയിസൈഡുകൾ, ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൗൺസിലിങ്ങിന് പോകുന്നു, ആങ്സൈറ്റി മൂത്ത് കൗൺസിലിംഗ് പോകുന്നു ഈ പരീക്ഷാർത്ഥികൾ. അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവാത്തതിന് കാരണം ഇത് രാഷ്ട്രീയമായി ഇതിനെതിരായിട്ടുള്ള സമരമുന്നണി രൂപപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുക, വ്യാപം കേസ് എന്ന് കേട്ടോ സൈഫ്. 2009 തുടങ്ങുന്ന മധ്യപ്രദേശിൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അത് ഏറ്റവും അതിൻ്റെ ഒരു ഉന്നതിയിലെത്തുന്ന കേസ് പുറത്തേക്ക് വരുന്ന 2013-14 ആ സമയത്താണ്. അതിലെന്തെങ്കിലും ഉണ്ടായോ? അത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തട്ടിപ്പിനിരയായത്. അത് ഈ പറയുന്ന പോലെ ഈ നീറ്റ് വരുന്നതിന് മുമ്പ് ഓരോ സംസ്ഥാനത്തും ഉണ്ടായിരുന്നിട്ടുള്ള പ്രൊഫഷണൽ എക്സാമിന് വേണ്ടിയുള്ള പരീക്ഷയാണ് വ്യാപം. അല്ലല്ല, വ്യാപം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊഫഷണൽ എക്സാമിനുള്ളതാണ്. അവിടെയാണ് തട്ടിപ്പിനിരയായത്. പിന്നീട് വിസിൽ ബ്ലോവേഴ്സ്, അതുപോലെ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളോ കൂടിയാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നിട്ട് എന്തുണ്ടായി? എത്രയോ കൊലപാതകങ്ങൾ, വ്യാപം കേസുമായി ബന്ധപ്പെട്ട് എത്രയോ ദുരൂഹ കൊലപാതകം ഉണ്ടായി. കൊല്ലം നടന്നോ? ഒന്നുമില്ല. ഇതിലും ഒരു രാഷ്ട്രീയമായ സമരം ഉയർന്നു വരുന്നില്ല. ആരൊക്കെ കോക്രോച്ച് പാർട്ടി ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി ഓൺലൈനിൽ ഇതിനെ ഉയർത്തുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് പ്രതിപക്ഷവും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ സമരം ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെയും കാണുന്നില്ല അങ്ങനെ. SFI തുടക്കത്തിലൂടെയൊക്കെ സമരം നടത്തിയിരുന്നു. രാജ്യവ്യാപകമായ സമരം ഉണ്ടാവുന്നില്ല. അതായത് ഈ ജനങ്ങളെ മൊബൈലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ BJPയുടെയും നരേന്ദ്രമോദിയുടെ ഐശ്വര്യം എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം പെട്രോൾ വില വർധനയാണ്. ഇപ്പോൾ പെട്രോൾ വില വർധനയെക്കുറിച്ച് സംസാരിച്ച് അതിനെതിരെ രോഷം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട്. അവിടെയും ഒരു രാഷ്ട്രീയമായ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, UPA സർക്കാരിൻ്റെ കാലത്ത് പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ ചക്രം ഉരുട്ടിക്കൊണ്ടും സ്കൂട്ടർ തള്ളിക്കൊണ്ടും ഒക്കെ സമരം ചെയ്ത BJP നേതാക്കളുടെ ചിത്രം എപ്പോഴും നമ്മുടെ സ്മൃതി ഇറാനി മുതൽ V മുരളീധരൻ വരെ അത് ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങനൊരു സീൻ, രാഹുൽ ഗാന്ധി അതിൻ്റെ സ്ട്രീറ്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നില്ല. അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നുണ്ട്, Xൽ എഴുതുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷിയിൽ ആരുമില്ല, സമരം ചെയ്യാനില്ല. ഇതിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടെന്നേ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫ്യൂവലിന് ടാക്സ് പിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയേക്കാൾ പെട്രോൾ വില കൂടിയ രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്പിലെ ചില നോർഡിക് രാജ്യങ്ങൾ, നോർവേ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ പെട്രോൾ ടാക്സ് ചെയ്യുന്നത് എന്തിനാണ്? പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുള്ള അതൊരു ലക്ഷറി ടാക്സ് ആക്കി മാറ്റി. പെട്രോൾ അടിക്കുന്നത് വലിയ ലക്ഷറി ആക്കി കണക്കാക്കിക്കൊണ്ട് അതിന് ടാക്സ് വർദ്ധിപ്പിക്കും. അപ്പോൾ ആൾക്കാർ ഉപയോഗം കുറയ്ക്കും, വണ്ടി കുറച്ചിറക്കും. അതിനുവേണ്ടിയാണ് അവരെ ചെയ്യുന്നത്. പക്ഷേ ഏഷ്യയുടെ അവസ്ഥ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ടാക്സ് ടെററിസമാണ് നടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആളുകളുടെ ഒരു ഓർമ്മയിലേക്ക് വേണ്ടി പറയണം, നമ്മൾ തന്നെ അത് മറന്നുപോകും. 2013 UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 110 രൂപ വരെയായിരുന്നു ക്രൂഡ് ഓയിൽ പ്രൈസ്. $110 വരെ, ബാരലിന് $110 വരെയായിരുന്നു പ്രൈസ്. അപ്പോൾ അന്നത്തെ പെട്രോൾ വില എത്രയാണ്?
എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. അന്നത്തെ പെട്രോൾ വില 70 രൂപയാണ്, വെറും 70 രൂപ. 2014-15 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കുത്തനെ ഇടിയാണ്. ഈ 100 എന്നുള്ളത് കുത്തനെ ഇടിച്ച് $50 പെർ ബാരലാവുന്നു. പക്ഷേ അപ്പോഴും 70. 2016 30 മുതൽ 40 വരെ ഡോളറിലേക്ക് താഴ്ന്നു ബാരലിന്, അപ്പോഴും 60-65. പിന്നെ നമ്മൾ കാണുന്നത് ഈ 75-80 ആ രീതിയിലേക്ക് ഉയർത്തുവാണ്, പടിപടിയായിട്ട് ഉയർത്തുന്നു. അപ്പോഴൊക്കെയും 70 രൂപ വരെയാണ് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് ഉള്ളത്. കോവിഡിൻ്റെ സമയത്താണ് ഭയങ്കര രസകരമായ സമയം. 2021 ഇത് 100 കടക്കാണ് ആദ്യമായിട്ട്. 2021 ഇത് 100 കടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ വിലവർധനയില്ല, പിന്നെ കൂടിയാലും കുറഞ്ഞാലും ഇല്ല. കാരണം ആ സമയത്താണ് റഷ്യൻ ഓയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റഷ്യൻ ഓയിൽ വാങ്ങുന്നു. പിന്നെ യുക്രൈൻ 2022 യുക്രൈൻ യുദ്ധം തുടങ്ങുന്നു, റഷ്യൻ ഓയിൽ വാങ്ങി തുടങ്ങുന്നു. വലിയ തോതിൽ ഇത് ഇടിയാണ്. അപ്പോഴും 100 കടന്നു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിയുമ്പോൾ ഇവരെന്താ ചെയ്യുക? ഇവർ സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി വയ്ക്കും. അത് കൂട്ടുന്നത് നമ്മൾ ആരും അറിയില്ല. അത് കൂട്ടി വയ്ക്കുമ്പോൾ എന്താണ്, നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറഞ്ഞാലും നമ്മൾ അതേ വിലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പ്രൈസ് കുറയുന്നുണ്ട്, പക്ഷേ അവർ ടാക്സ് കൂട്ടുവാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഒരു തരം ടാക്സ് ടെററിസം നടക്കുകയാണ്. ഇതിനെതിരെ എന്ത് സമരം രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയെ പറ്റി ആളുകൾ പറയുന്ന ഏറ്റവും വലിയ വിമർശനം, നമ്മൾ തന്നെ ഇന്നലെ പറഞ്ഞൊരു വിമർശനം, ഇത് കേവലമായൊരു ഓൺലൈൻ ക്ലിക്റ്റിവിസമാണെന്ന് ദാവ് സാഹിബ് ആ വാക്ക് ഉപയോഗിച്ചു. ഈ ജനങ്ങളുടെ രോഷമാണല്ലോ ഈ മൗസ് ക്ലിക്കിൽ വരുന്നത്. രോഷമുള്ളതുകൊണ്ടാണല്ലോ. ഈ രോഷത്തെ തെരുവിലെത്തിക്കേണ്ടതാരാണ്? അതിനെ ചാനലൈസ് ചെയ്യേണ്ടതാരാണ്? അതിനെ ഓർഗനൈസ് ചെയ്യേണ്ട പ്രതിപക്ഷമാണ്. അത് ചെയ്യുന്നില്ല. അപ്പോൾ UPA സർക്കാരുടെ കാലത്ത് ആ സർക്കാരിൻ്റെ ഭരണനയങ്ങൾക്കെതിരെ പ്രതിപക്ഷം തെരുവിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രതിപക്ഷം തെരുവിലില്ല. ഈ ജനങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് മോദി സ്വേച്ഛാധിപതിയായി ഭരിക്കുന്നു, മോദി വോട്ട് ചോരി നടത്തുന്നത് വിലപിച്ചിട്ട് കാര്യമില്ല. ശക്തമായ പ്രതിപക്ഷത്തിനെ ഈ ഭരണകൂടത്തെ തിരുത്താൻ കഴിയും. അതിനെ തെരുവിൽ സമരം ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അല്ല, ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയം തന്നെയാണ്. ഈ നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ വിലയുടെ കാര്യത്തിലാണെങ്കിലും ആളുകൾ അതിഭയങ്കരമായ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയാണ് ഈ പറയുന്ന കൂറപ്പാർട്ടികൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിലും അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അജീംസ് പറഞ്ഞതിനോട് തന്നെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിനൊരു സ്ട്രീറ്റ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. പക്ഷേ മുഖ്യ പ്രതിപക്ഷ പാർട്ടി അതിൻ്റെ കോൺഗ്രസ്സാണ്. അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു? ഇപ്പം സെയ്ഫ് നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? എക്സിൽ കുറിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ക്ലിക്റ്റിവിസാണ് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പറയുന്നത് എക്സ്റ്റിവിസാണ്. കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റിവിസമാണ്. ഇത്രയും വലിയൊരു പബ്ലിക് റിസൻമെൻ്റ് ഉണ്ടായിട്ടും ആ നീറ്റിൻ്റെ കാര്യത്തിൽ ഓർത്ത് നോക്കിയാൽ മതി. ആളുകൾ അത്രയും അസ്വസ്ഥരാണ്. ആളുകൾക്ക് ഭ്രാന്താവുന്ന തരത്തിലാണ് നടപടികളുണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു മാസീവ് സ്ട്രീറ്റ് മൊബിലൈസേഷൻ എളുപ്പത്തിൽ സാധ്യമാകുമായിരുന്ന കാര്യം അതുപോലെ നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്ന പ്രതിപക്ഷം തെരുവുകൾ പ്രതിപക്ഷത്താൽ ശൂന്യമാകുമ്പോൾ ആ സ്പേസിലേക്കാണ് ഈ കൂറകൾ വരുന്നത്, അല്ലെങ്കിൽ സ്വയം കൂറകളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ കൂറകൾ കൈയടക്കുന്ന കാലം വരേക്കും കാത്തു നിൽക്കുകയാണോ പ്രതിപക്ഷം എന്ന ചോദ്യമാണ്. ഇപ്പോൾ ഈ പെട്രോൾ വില വർധനയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവർ ന്യായം പറയും. ഇപ്പോൾ മുമ്പ് നമുക്ക് ഗംഭീരമായ ന്യായം പറയാൻ ഇദ്ദേഹം ഉണ്ടായിരുന്നു, മുരളീധരൻ ഉണ്ടായിരുന്നു. മുരളീധരൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയം കൂടിയായിട്ട്. പക്ഷേ അന്നെന്താണ് പറയുക, എന്താണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇങ്ങനെ കൂടുന്നു എന്നാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞ സമയത്ത് ഇവരെന്താണ് ചെയ്തതെന്ന ചോദ്യമുണ്ട്. ഈ പറയുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൂടാൻ ഇടയായ കാരണം എന്താണ് നമുക്കറിയാമല്ലോ. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? അത് വളരെ പ്രധാനമാണ്. അതിൽ ഇന്ത്യ എടുത്തിട്ടുള്ള ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്താണ്, പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നിരന്തരം തെരുവിൽ ഉയർത്തുക, നമ്മുടെ രാഷ്ട്രീയ സംവാദത്തിൻ്റെ ഭാഗമാക്കുക, അതിലൂടെ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, മാസ് മൊബിലൈസേഷൻ നടത്തുക. ഇതാണല്ലോ ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ സംഭവിക്കേണ്ട കാര്യം. കഷ്ടം എന്ന് പറയുള്ളൂ. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കാത്തപ്പം നിരാശരായ ഹതാശരായ മനുഷ്യർ അവർ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടെങ്കിലും ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു ശക്തമായ പ്രതിപക്ഷത്തെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഓരോ ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. യെസ്.